എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. കാസർഗോഡ് വന്നിട്ടുള്ള രണ്ടാമത്തെ ദിവസം നമ്മുടെ രാവിലത്തെ ഭക്ഷണവുമായിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. രാവിലെ കഴിക്കാനുള്ളത് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്തൊക്കെ ഉണ്ട് കഴിക്കാനെന്നുള്ളത് നോക്കുകയാണ്. കുട്ടികൾക്കാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ്, ഓരോ ബോക്സിനുള്ളിലും ഇന്നെന്താണ് സ്പെഷ്യൽ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോന്നും തുറന്ന് നോക്കി. എന്തായാലും രാവിലത്തെ ഭക്ഷണം മൂന്നാളും നന്നായി കഴിച്ചിട്ടുണ്ട്. പഴം പുഴുങ്ങിയതാണെങ്കിലും ഉപ്പുമാവ്, ഇഡ്ഡലി, പൂരി ഇതൊക്കെ ഉണ്ടായിരുന്നു, അതിലേക്കുള്ള കറിയും ഒക്കെ. അപ്പോൾ അതെന്തായാലും വയറ് ഫുള്ളായിട്ട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം. എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നോക്കി നോക്കൂട്ടാ. ഫോട്ടോ ഞാനിവിടെ കാട്ടാം. കറക്റ്റ് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല, അതാണ് കുഴപ്പം. എന്തായാലും ഇത്രയും വിഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് നമ്മൾ റൂം ക്ലീനിങ്ങിന് ആൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഒരാൾ താമസിക്കുന്ന പോലെ അല്ലല്ലോ, 4 ആൾ ഒരുമിച്ച് നിൽക്കുക, പ്രത്യേകിച്ച് കുട്ടികളും കൂടി ആകുമ്പോൾ. അപ്പോൾ റൂം ക്ലീനിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് താമസിക്കുന്നത്, ഹോട്ടൽ ക്ലാസിക്കോ എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിന് തൊട്ടടുത്ത് ഒരു ജ്യൂസ് കട ഉണ്ട്. എന്തായാലും ക്ലീനിങ്ങിന് അവർ വന്ന സമയത്ത് നമുക്ക് അവിടെ നിൽക്കണ്ട വിചാരിച്ചു. അപ്പോൾ അങ്ങനെ പുറത്ത് വന്നിട്ട് രണ്ടുപേരും ഇളനീർ ഷേക്കും കുടിച്ചു, ഞാനൊരു കോക്ടെയിലും കുടിച്ചു. ആദ്യമായിട്ടാണ് അവിടെ പോയതിന് ശേഷം കഴിക്കുന്നത് കോക്ടെയിൽ. ഇളനീർ ഷേക്കൊക്കെ നമ്മളിവിടെയൊക്കെ കുടിക്കാറുള്ളതല്ലേ, കോക്ടെയിൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അങ്ങനെ റൂമിലെത്തിയിട്ടോ. എന്തായാലും അവർ ക്ലീൻ ചെയ്തിട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ, റൂമിൻ്റെ ഉള്ളും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. അപ്പോഴും നമുക്ക് ഉച്ചഭക്ഷണമൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ കുട്ടികളുണ്ടാവുമ്പോൾ ചാടിക്കളിച്ചിട്ട് ബെഡ്ഷീറ്റും ഒക്കെ എന്താ പറയുക, വാരി വലിച്ചിട്ടിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. തിരിച്ച് വന്നപ്പോൾ അവരത് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഉറുമ്പുണ്ടേ, ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്ന സമയത്തൊക്കെ താഴെ പോയിട്ടേ പെട്ടെന്ന് ഉറുമ്പ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ക്ലീനിങ്ങിന് നമ്മൾ കൊടുത്തതാണ്. പറഞ്ഞു, ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ അവരുടെ അടുത്ത് റിസപ്ഷനിൽ പറയണോ പറഞ്ഞിട്ട്. അങ്ങനെ അവർ വന്നിട്ട് ക്ലീൻ ചെയ്ത് തന്നു. ഞങ്ങൾ വരുന്നവരെ എന്നും ക്ലീനിങ്ങാണ്. കാരണം താഴെ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. എല്ലാവരും കൂടിയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടേ ഉള്ള ഒരു ബുദ്ധിമുട്ടുമുണ്ട്. ഏട്ടനാകുമ്പോൾ ഒറ്റയ്ക്ക് ആ ടേബിളിൽ ഇരുന്ന് കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് റൂമിലെ സൗകര്യങ്ങളും കാര്യങ്ങളും, ബാത്റൂമും ഒക്കെ. അതും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതെന്ന് മാത്രം. പിന്നെ പുറമെ ഇവിടെ നല്ല വെയിലാണ് കേട്ടോ. അത് റൂമിന് പുറത്ത് ബാൽക്കണിയുടെ ആ ഭാഗമാണ്. നല്ല വെയിലാണ് അവിടെ. സെക്കൻഡ് കൊണ്ട് തുണികളൊക്കെ നമുക്ക് ഉണങ്ങി കിട്ടും. അപ്പോൾ വരുന്നവരെ തുണി ഉണക്കിയിരുന്നതൊക്കെ അവിടെയാണ്. അതിന് ശേഷം പിന്നെ ഉച്ചഭക്ഷണം കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. അപ്പം അത് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കുകയാണ് രണ്ടുപേരും. രാവിലെ ഒരാളാണ് നോക്കുന്നത്, അപ്പോൾ ഉച്ചയ്ക്ക് അടുത്ത ആൾ നോക്കും. ഞാൻ നോക്കാം, ഞാൻ തുറക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. 3 ആൾക്കും കഴിക്കാൻ ഒരുപാടാണിത്. കുട്ടികളൊക്കെ കഴിക്കുക എത്രയെന്നല്ലേ. പോയതിന് ശേഷം മൂത്താൾ ഫുൾ ചപ്പാത്തിയാണ്. ആൾക്ക് പൊതുവേ ചോറ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമില്ല. ചപ്പാത്തിയാണ് കൂടുതലായിട്ട് കഴിക്കുക. ചപ്പാത്തി, സാമ്പാർ, പിന്നെ ഫിലോപ്പീന എന്തോ പറഞ്ഞിട്ടൊരു മീനുണ്ടല്ലോ, അപ്പോൾ അതൊക്കെയാണ്. അത് പൊരിച്ചതും, ചോറ്, പിന്നെ ചമ്മന്തി, ഉണക്കസ്രാവ് കറി, പച്ചക്കറി. പിന്നെ അവിടെ പോയിട്ടാണ് ഒരു വെറൈറ്റി കണ്ടേട്ടാ. ഞാൻ ആദ്യമായി കാണുകയാണ്. നമ്മുടെ ബജിമുളകിൻ്റെ അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ മത്തി പീര വെച്ചത്, പിന്നെ വെണ്ടയ്ക്കയും എന്താ പറയുക കിഴങ്ങും ഒക്കെ ഇട്ടിട്ടുള്ളൊരു മസാലക്കറി, പിന്നെ കോവയ്ക്ക ഉപ്പേരി, മോര് കറി. ഇതിൽ കൂടുതൽ കഴിച്ചത് മോര് കറിയാണേ. മോര് കറിയും ബജിമുളകിൻ്റെ അച്ചാറും
അത് ഒരുപാട് കഴിച്ച്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ലൊക്കേഷനിലേക്ക് വരണോ ചോദിച്ചിട്ടൊരു വിളി വന്നു. അപ്പോൾ എങ്ങനെയാണ് വരിക ചോദിച്ചപ്പോൾ വണ്ടി വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയി. ഞങ്ങൾ നേരത്തെ എത്തിയിട്ടുണ്ട്, പക്ഷേ ഷൂട്ട് ആയതുകൊണ്ട് അങ്ങനെ എടുക്കാൻ പാടില്ലല്ലോ. എന്നാലും സൈഡിൽ മാറിയിരുന്ന് നേരത്തെ എത്തിയിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ഭാഗം എടുത്തതാണ്. അപ്പോൾ ഷൈൻ ടോം ചാക്കോ ആണ് ഈ സിനിമയിലുള്ളത്. അപ്പോൾ മൂപ്പര് ഒരു ബ്രേക്ക് കിട്ടിയപ്പോൾ കാണാൻ വന്നവരെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങളും ഫോട്ടോ എടുത്തു.